ദില്ലി ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അവഹേളിച്ചതിൽ സംഘപരിവാർ ആശയപ്രചാരകൻ ടി ജി മോഹൻദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ഇന്നലെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് ടി ജി മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി ഷീജ കൂടിച്ചേരുന്നുണ്ട്. ഷീജ, ഈ ടി ജി മോഹൻദാസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഈ ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അവഹേളിച്ചതിനെ തുടർന്ന് ഏറെ വൈകിയാണ് അദ്ദേഹത്തിനെതിരെ ഒരു അറസ്റ്റ് നീക്കം പോലും ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അവന്തിക, നിലവിൽ ടി ജി മോഹൻദാസ് ഉള്ളത് ഈ പോലീസ് ട്രെയിനിങ് കോളേജിലാണ്. പോലീസ് ട്രെയിനിങ് കോളേജിനുള്ളിൽ ആണ് ഇപ്പോഴും ഉള്ളത്. അല്പസമയത്തിനകം തന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ നിന്നും ഇറക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ സൈബർ പോലീസിനോട് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ രീതിയിൽ ദില്ലിയിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയ, വിദ്വേഷ പ്രസംഗം നടത്തിയ, പ്രസ്താവന നടത്തിയ ടി ജി മോഹൻദാസ് പിന്തുണയുമായി BJP നേതാക്കൾ ഇവിടേക്ക് എത്തുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം RSS പോലും ഈ പ്രസ്താവനയെ, ടി ജി മോഹൻദാസിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ S സുരേഷ്, അതോടൊപ്പം തന്നെ ഷോൺ ജോർജ്, കൂടാതെ N രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. S സുരേഷ് ആകട്ടെ നിലവിൽ ടി ജി മോഹൻദാസിന് പിന്തുണ, നിയമപരമായിട്ടുള്ള എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും മടങ്ങിയതടക്കം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇതിനെ നിയമപരമായി തന്നെ നേരിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ BJP ഉള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് വലിയ വിമർശനങ്ങൾക്ക് ശേഷം, കാരണം ഈ ഒരു പ്രസ്താവന ടി ജി മോഹൻദാസ് നടത്തുന്നു, വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്നു, വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപകരമായ പ്രസ്താവന നടത്തുന്നു. അതിനൊക്കെ ശേഷം SFIയും ASFും പരാതി നൽകിയതിനു ശേഷം പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല, കേസെടുക്കാൻ വൈകുന്നൊരു സാഹചര്യമുണ്ടായി. വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ മാത്രമായിരുന്നു സർക്കാർ കേസെടുക്കാൻ ആദ്യം തയ്യാറായത്. അതിനുശേഷം കൃത്യമായ രീതിയിൽ ടി ജി മോഹൻദാസ് എറണാകുളത്തുണ്ട് എന്നുള്ള വിവരം പോലും പോലീസിനുണ്ടായിരുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. വലിയ തോതിലുള്ള വിമർശനം പല കോണിൽ നിന്നായി ഉയർന്നൊരു പശ്ചാത്തലത്തിൽ മാത്രമാണ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കാൻ തയ്യാറായത്. അതിനുശേഷം രാത്രിയോടുകൂടി, ഏകദേശം ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇവിടെ തിരുവനന്തപുരത്ത് പോലീസ് ട്രെയിനിങ് കോളേജിനുള്ളിലുള്ള സൈബർ പോലീസിന്റെ വിവരങ്ങൾ നൽകിയത്.